ഗാസയിൽ വെടിനിർത്തൽ സമാധാന പദ്ധതിയിൽ ഒപ്പുവെച്ച ശേഷവും വെടിനിർത്തൽ നിരന്തരമായി ലംഘിക്കപ്പെടുകയാണ്. സമാധാന കരാർ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹമാസാണ് കരാർ ലംഘിക്കുന്നത് എന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യവും രംഗത്തെത്തിയിരുന്നു. 2 ഇസ്രായേലി സൈനികരെ ഹമാസ് വധിച്ചതായി IDF അവകാശപ്പെടുന്നുണ്ട്. ഹമാസ് കരാർ പാലിക്കാൻ തയ്യാറായില്ലെങ്കിൽ അവർ ഇല്ലാതാകുമെന്ന് അവർക്ക് തന്നെ നന്നായി അറിയാമെന്നാണ് ട്രംപ് പറയുന്നത്. കഴിഞ്ഞ ദിവസവും ഹമാസിനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തുകയും കുട്ടികളടക്കം 45 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. തടവിലാക്കിയവരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകിയില്ല എന്നാരോപിച്ച് ഇസ്രായേൽ റാഫ അതിർത്തി തുറക്കാൻ തയ്യാറാകാതിരിക്കുകയും ഗാസയിലേക്കുള്ള സഹായ വിതരണം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ ഒക്ടോബർ 10-നാണ് ഇസ്രായേലും ഹമാസുമായി ഗാസയിൽ വെടിനിർത്തൽ സമാധാന പദ്ധതി ഒപ്പുവെച്ചത്. എന്നാൽ അതിനുശേഷവും പലകുറി ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും 45 പലസ്തീനി പൗരന്മാർ അവിടെ കൊല്ലപ്പെട്ടത് വെടിനിർത്തൽ കരാറിനോ ട്രംപ് ആവിഷ്കരിച്ച സമാധാന പദ്ധതിക്കോ ഇസ്രായേൽ ഒരു വിലയും നൽകുന്നില്ല എന്നതിന് തെളിവാണ് എന്നാണ് പലരും അഭിപ്രായപ്പെട്ടത്. അതിനിടയിൽ ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിച്ചെന്നാരോപിച്ച് ഹമാസ് പലസ്തീനിലെ ഗോത്ര വിഭാഗങ്ങളെ കൊലപ്പെടുത്തുന്ന വീഡിയോയും പുറത്തുവന്നു. ഇത് വെടിനിർത്തൽ കരാർ ലംഘനമാണ് എന്ന് ആരോപിച്ച് അമേരിക്കയും രംഗത്തെത്തി. ഗോത്ര വിഭാഗങ്ങളും ഹമാസുമായി പലയിടങ്ങളിലും ഏറ്റുമുട്ടലും നടക്കുന്നുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഹമാസ് കരാർ ലംഘിച്ചുവെന്ന് US ആരോപിച്ചത്. കരാർ ലംഘനം തുടർന്നാൽ ഹമാസ് ഉന്മൂലനം ചെയ്യപ്പെടുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകാനുണ്ടായ സാഹചര്യം അതാണ്. ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഹമാസുമായി ഞങ്ങൾ ഒരു കരാറിൽ ഏർപ്പെട്ടു. അവർ വളരെ നല്ലവരായിരിക്കും. അവർ അങ്ങനെയല്ല എങ്കിൽ ഞങ്ങൾ അവിടെ പോകും. വേണ്ടി വന്നാൽ അവരെ ഉന്മൂലനം ചെയ്യും. അവർക്കത് നന്നായി അറിയാം. ട്രംപിന്റെ ഈ വാക്കുകൾ ഹമാസിനുള്ള കൃത്യമായ അന്ത്യശാസനമാണ്. US സൈന്യത്തെ ഹമാസിനെതിരെ ഉപയോഗിക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ വേണ്ടി വന്നാൽ US പറഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് ഇസ്രായേൽ സൈന്യം അവിടെ എത്തുകയും അവരെ ഇല്ലാതാക്കുകയും ചെയ്യും. പക്ഷേ ഹമാസിന് ഒരു ചെറിയ അവസരം നൽകുകയാണ്. അക്രമം കുറച്ചുകൂടി കുറയുമെന്ന് പ്രതീക്ഷിക്കാം. അവർ അക്രമാസക്തരായ ആളുകളാണ് എന്ന് ട്രംപ് പറയുന്നു. അതിനിടെ US പ്രതിനിധികൾ രാവിലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കണ്ടതിനു ശേഷം ഇസ്രായേൽ വെടിനിർത്തൽ ആരംഭിച്ചിട്ടുണ്ട്. ഗാസയിലേക്കുള്ള സഹായം എത്തിക്കുന്നതിനായി കെറേം ഷാലോം വഴിയുള്ള അതിർത്തി തുറന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇവയെല്ലാം കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിന് ശേഷം സംഭവിച്ചതാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഗാസയിൽ ഇസ്രായേലിന്റെ നിഷ്ഠൂരമായ വ്യോമാക്രമണത്തിൽ 57 പേരാണ് കൊല്ലപ്പെട്ടത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 158 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഗാസയിലെ വിവിധ ഭാഗങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ തങ്ങളെ ഹമാസ് ആക്രമിച്ചതിന് പ്രതികരണമായാണ് ആക്രമണമെന്നാണ് ഇസ്രായേലിന്റെ വാദം. റഫ അതിർത്തിയോട് ചേർന്ന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 2 സൈനികർ മരിച്ചുവെന്നാണ് ഇസ്രായേൽ വാദം. എന്നാൽ റഫ അതിർത്തിയിൽ ഇങ്ങനെയൊരു ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടില്ലെന്നും സംഘർഷം നടന്നുവെന്ന് പറയപ്പെടുന്നത് ഇസ്രായേൽ സൈനിക നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ് എന്നും ഹമാസിന്റെ ഖസം ബ്രിഗേഡ് അറിയിച്ചു. ഇക്കഴിഞ്ഞ 10 ദിവസങ്ങൾക്കിടെ 80 തവണയെങ്കിലും ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടുണ്ട്. ഈ ആക്രമണങ്ങളിൽ ആകെ 100ഓളം പേർ കൊല്ലപ്പെടുകയും 300ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കരാർ ലംഘനം തുടർക്കഥയായതോടെ ഹമാസ് പ്രതിനിധികൾ മധ്യസ്ഥ രാഷ്ട്ര പ്രതിനിധികളെ കാണാൻ ഒരുക്കം ആരംഭിച്ചിട്ടുണ്ട്. മുതിർന്ന ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈജിപ്ത്, ഖത്തർ പ്രതിനിധികളെ കാണുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഹമാസിന് ശേഷം ഗാസ ഭരണം ആരെ ഏൽപ്പിക്കും എന്നതും ഈ കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചാ വിഷയമാകും. ട്രംപും ടോണി ബ്ലെയറും നയിക്കുന്ന വിദേശ സംഘത്തിന് കൈമാറാൻ അനുവദിക്കില്ല എന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും മരുമകൻ ജാരദ് കുഷ്ണറും ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട്. ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ 10-ന് സമാധാന കരാർ ഒപ്പിട്ടതോടെ ഗാസ മുനമ്പിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടുവെന്ന വിശ്വാസത്തിൽ നാടൊഴിഞ്ഞുപോയ പലസ്തീനുകൾ വീടുകളിലേക്ക് തിരികെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് വീടുകളും അഭയാർത്ഥി ക്യാമ്പുകളും ലക്ഷ്യമിട്ട് ഇസ്രായേൽ തുടർച്ചയായി വ്യോമാക്രമണം നടത്തുന്നത്. ഇന്നലെയും അതിശക്തമായ വ്യോമാക്രമണം നടന്നതോടെ അമേരിക്ക, ഖത്തർ, ഈജിപ്ത് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ യാഥാർത്ഥ്യമായ വെടിനിർത്തൽ കരാറിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുമെന്ന ആശങ്ക ശക്തമായിരിക്കുകയാണ്. റാഫ അതിർത്തി തുറക്കുന്നതിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അതിർത്തി തുറക്കില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഞായറാഴ്ചയും ആവർത്തിച്ച് വ്യക്തമാക്കിയത്.
പകരം മറ്റ് 2 അതിർത്തികൾ വഴി ട്രക്കുകൾ കടത്തിവിടുന്നുണ്ട് എങ്കിലും ഗാസയിലെ പട്ടിണിക്ക് ശമനമൊന്നുമില്ല. ഇസ്രയേലി വ്യോമാക്രമണത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന സാഹചര്യമാണ് ഗാസയിൽ എമ്പാടും കാണാൻ സാധിക്കുന്നത്. അപകടകരമാം വിധം കുമിഞ്ഞുകിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾ ഒഴിവാക്കാൻ സംവിധാനം വേണമെന്നും പലസ്തീനികൾ ആവശ്യപ്പെടുകയാണ്. അതിനിടെ വെസ്റ്റ് ബാങ്കിലെ നാബുൽസിൽ 70,000 ചതുരശ്ര മീറ്ററിലേറെ സ്ഥലം ഇസ്രയേൽ പിടിച്ചെടുത്തു. പുതുതായി പുറത്തിറക്കിയ സൈനിക പിടിച്ചടക്കൽ ഉത്തരവ് വഴിയാണ് പലസ്തീനികളെ പുറത്താക്കിയുള്ള നടപടി. ഈ വർഷം 53 ഉത്തരവുകളിലായി വെസ്റ്റ് ബാങ്കിൽ നിരവധി പ്രദേശങ്ങളിൽ ഇസ്രയേൽ അധിനിവേശം നടത്തിയിട്ടുണ്ട്.